ഹലോ മക്കളെ, ചെറുപ്പം മുതൽക്ക് നിങ്ങളോട് നിങ്ങളുടെ ടീച്ചേഴ്സ് ആവട്ടെ, നിങ്ങളുടെ പാരൻസ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നിങ്ങളോട് പറയാറുണ്ട്, നല്ല നല്ല സ്വപ്നങ്ങൾ കാണണം മക്കളെ. വലുതാവുമ്പോൾ നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം എന്നുള്ളത് നിങ്ങൾ ചെറുപ്പം മുതലേ അതിനെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണണം എന്നൊക്കെ. യെസ്, നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം മതിയോ? അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക കൂടി വേണ്ടേ? യെസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു സ്വപ്നത്തിൽപ്പെട്ടത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഒരു എൻജിനീയർ ആവണമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഇന്ത്യയിൽ ISROയിലോ മറ്റോ ഒക്കെ ഭാവിയിൽ ഏറ്റവും ടോപ്പ് ലെവൽ എൻജിനീയേഴ്സിന് ആവശ്യമുണ്ട്. നമുക്ക് ചന്ദ്രനിലേക്ക് പോകണം, ഓക്കെ, അവിടെ നമുക്ക് താമസിക്കണം, ചൊവ്വയിലേക്ക് പോകണം, ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ നമുക്കുണ്ട് അല്ലേ? ഓക്കെ, അതിൻ്റെ ഭാഗമാകാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? സാർ, അതൊക്കെ +2 കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം +1 +2 സയൻസ് എടുക്കണം എന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് പറയുന്നുണ്ടാവുക. പക്ഷേ മക്കളെ, അത് മാത്രം അറിഞ്ഞാൽ പോരാ. നമ്മുടെ വലിയ സ്വപ്നമാകുമ്പോൾ അതിനുള്ള ഒരുക്കം കുറച്ചുകൂടി നേരത്തെ തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അതിന് എക്സാമ്പിളായിട്ട് സാർ ഒരു കാര്യം പറയാം. നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിങ്ങളെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ 10A+ നിങ്ങൾ പറയുള്ളൂ. ഓക്കെ, അതിന് എന്തായാലും നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം. അത് നമ്മുടെ അസ്ത്ര ബാച്ചിലൂടെയൊക്കെ നിങ്ങൾ നേടുന്നുണ്ട്. ഓക്കെ, അതിനപ്പുറത്തേക്ക് നിങ്ങൾ +1 സയൻസ് എടുത്ത് +2 സയൻസ് എടുത്തതിന് ശേഷം നിങ്ങൾ IITയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തുക എന്നുള്ളതിനർത്ഥം. അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? JEE എക്സാമുകളുണ്ട്. നിങ്ങളിപ്പോൾ അറിഞ്ഞു വരുന്നുണ്ടാവാം. ആ എക്സാം എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു എക്സാമാണോ? അല്ല, വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമുകളിൽപ്പെട്ട ഒന്നാണ് എന്നാണ് സർവേകൾ പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ആ ഒരു എക്സാമുകളിൽ പോലും കുട്ടികൾ വളരെ ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്യുകയും ഓൾ ഇന്ത്യ ടോപ്പേഴ്സൊക്കെ ഉണ്ടാകുന്നത്? അവരുടെയൊക്കെ ചരിത്രം എടുത്ത് അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ കുട്ടികളൊക്കെ ഒരു പക്ഷേ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ മിനിമം 10ാം ക്ലാസ്സിൽ നിന്നെങ്കിലും അവരതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവും. സാർ, അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങളുടെ സിലബസ് തന്നെ പഠിച്ചാൽ മതിയോ? പോരാ, അതിനപ്പുറത്തേക്ക് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് എങ്ങനെ അറിയാം? തീർച്ചയായിട്ടും അത് പറഞ്ഞുതരാനായിട്ട് ഞങ്ങളുണ്ട്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഫാൽക്കൺ ബാച്ച് ആരംഭിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഏതാനും ദിവസങ്ങൾക്കകം അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കും. പെട്ടെന്ന് തന്നെ മക്കളെ നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോടൊപ്പം ഇവിടെ കൊടുക്കുന്നുണ്ട്. മക്കളെ, ഇതൊരിക്കലും നിങ്ങൾ നിസ്സാരാക്കി കാണരുത്. നിങ്ങൾക്കൊരു പക്ഷേ 2 വർഷത്തിനേക്കപ്പുറം നിങ്ങൾ ഏറ്റവും വലിയ ടെൻഷനിലേക്ക് പോകാൻ പോകുന്ന ഏരിയയാണ്. നമ്മളിപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ടെൻഷൻലെസ്സായി വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അംഗീകാരങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്തത്ര അംഗീകാരങ്ങളായിരിക്കും. നിങ്ങളെ അത്രക്കും കൈപ്പിടിച്ചുയർത്താൻ വേണ്ടി ആളുകൾ കാത്തിരിക്കും. ഈ പോലത്തെ എക്സാമുകളും മറ്റുമൊക്കെ നിങ്ങൾ ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ, സാറൊരു എഞ്ചിനീയറിൻ്റെ എക്സാമ്പിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ ഡോക്ടർ ആവാനും മറ്റേത് ടോപ്പ് ലെവൽ സയൻറ്റിസ്റ്റ് ആവാനും ഒക്കെ ആഗ്രഹമുള്ള മക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടാവാം. അവർക്കൊക്കെ വേണ്ടത് NEET, JEE പോലെയുള്ള ടോപ്പ് ലെവൽ എക്സാമുകൾ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മളിപ്പോഴേ ആരംഭിക്കണടാ. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ എന്തായാലും ഫാൽക്കൺ ബാച്ചിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. തീർച്ചയായിട്ടും ആ ആഗ്രഹങ്ങളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വായിക്കുന്നവർക്ക് ഒരു പ്രചോദനമായിരിക്കും. സോ ഫാൽക്കൺ ബാച്ചിൽ നിങ്ങളെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആളുകളെ പടുത്തുയർത്താൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ വരിക. ഓൾ ദി ബെസ്റ്റ്.